ആകെ തല്ലും പിടിയാണ്. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയെ മോദിയാണോ ഇറക്കിയത് അതോ കാന്തപുരം ഉസ്താദാണോ ഇറക്കിയത്? ഈ രണ്ടു പേർക്കും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ കയറ്റുന്നത്. അതായത് കാന്തപുരം ഉസ്താദ് ആണ് എന്ന് പറഞ്ഞ ന്യൂസ് ചാനലും അതായത് ഇന്റർനാഷണൽ ന്യൂസിൽ വരും അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്. എന്നാൽ മോദി സർക്കാർ എന്ന് പറയുന്ന വ്യക്തി അതിൽ ഇടപെട്ടിട്ടില്ല എന്നറിയാം. ഇടപെട്ടു, തോറ്റുപോയി. പക്ഷേ സുപ്രീം കോടതി വരെ അതിന് പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷേ കാര്യമില്ലാതെയായി പോയി എന്നുള്ള ന്യൂസ് വരെയും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടും ഇന്നും ഇദ്ദേഹത്തിന്, അതായത് അദ്ദേഹം ഒരു പഴമക്കാരനാണ്, ആ അദ്ദേഹത്തിനെ വരെ ഇന്നും കുറയ്ക്കുന്ന വ്യക്തികളുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നത് ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സൂംബ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ ഇസ്ലാംപരമായിട്ട് നടക്കണം, സ്റ്റേജുകളിൽ കയറരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും അത് ഇസ്ലാമിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ മതവിശ്വാസപരമായിട്ട് കാര്യം. അത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ അദ്ദേഹം പറയുന്നത് അത് ഇഷ്ടമുള്ളവർക്ക് എടുക്കുക, ഇഷ്ടമില്ലാത്തവരാണ്ട് തള്ളിക്കളയും. അതാണ് ഇത്. ഇന്നിപ്പോ തർക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മോദിയാണോ ഇറക്കിയത് അതോ കാന്തപുരം ഉസ്താദാണോ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീക്കി വെച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് മരവിപ്പിച്ചത് എന്നുള്ള ഒരു ചർച്ചയിലാണെന്ന് മൊത്തം. അതിനെതിരായിട്ട് ഒരുപാട് നായ്ക്കൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി ചെയ്തിട്ടും അത് ഇല്ലായ്മ കാണിക്കാൻ വേണ്ടി കുറെ കുസംഗികളായ ആൾക്കാർ, മാക്സിമം കുറച്ച് ആൾക്കാരുണ്ട് ആ വീഡിയോ. അത് മുസംഗികളുണ്ട്, മെയിനായിട്ട് മുസംഗികൾ. അത് മുസ്ലിം ആണെന്ന് പറയുന്നത് എന്നാൽ അവരെ വെള്ളപൂശാൻ നടക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ചെയ്തോട്ട് അത് ഓരോരുത്തരും ഇഷ്ടമാണ്, ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും. എന്ന ഒരു വ്യക്തി ചെയ്ത നല്ലൊരു പ്രവൃത്തിയെ അതിന് ആശംസകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ബഹുമാനിച്ചില്ലെങ്കിലും വിമർശിക്കാതിരിക്കാൻ നോക്കുക. കാരണം മാക്സിമം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടല്ലോ, നാളെ നിനക്കോ എനിക്കോ ഈ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നവർ പോലും മാക്സിമം പെട്ടിട്ട് നടക്കാത്ത, നമ്മളെ അറിയാത്ത ഒരു വ്യക്തി നമ്മുടെ ജീവന് നാളെ കാവലാകുമെന്ന് ഓർത്തിട്ട് സന്തോഷിക്കുക. അത് അത്രയല്ലേ ചെയ്യാനുള്ളൂ. അന്ന് അത് ചെയ്യേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തിനെ മാക്സിമം ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലോ എന്തൊരു ലോകമാണ്. എങ്ങനെയാണ് മനുഷ്യത്വം കാണിക്കുന്നത്? അദ്ദേഹം കാണിച്ചത് വേറൊരു മതത്തിലുള്ള ആണെങ്കിൽ കൂടി ഒരു മനുഷ്യത്വത്തിന്റെ പേരിലാണ്. അദ്ദേഹത്തിന് മാറി നിൽക്കാം, ഒരു ഇസ്ലാം മത വിശ്വാസിയല്ല, ഇസ്ലാമിൽ പെട്ട ഒരു വ്യക്തിയല്ല എന്നും പറഞ്ഞുകൊണ്ട് അവരവരുടേതായ രീതിക്ക് നോക്കട്ടെ, അവരുടേതായ രീതിക്ക് ചിന്തിക്കട്ടെ, അല്ലെങ്കിൽ തീർന്നോട്ടെ, എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് പോട്ടെ എന്ന് ചിന്തിക്കാത്തതിന്റെ പേരിലാണോ ഇദ്ദേഹത്തിനെ വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇദ്ദേഹത്തിനെ ക്രൂശിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ മാക്സിമം, അത് ഇന്റർനാഷണൽ ന്യൂസ് വരെ ഇത് പുറത്തു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മാക്സിമം അദ്ദേഹം എഫർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് മോചനം നൽകിയെന്നുള്ളത് ഏറ്റവും കൂടുതൽ ന്യൂസുകൾ വരെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ന്യൂസുകൾ വരെ, ഇന്റർനാഷണൽ ന്യൂസുകൾ വരെ അങ്ങേയറ്റത്ത് നിന്ന് തൊട്ട് പറയുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആര് പറയുന്നത് ശരി? ഞാൻ സത്യമായിട്ട് പറയും, മോദി സർക്കാരാണ്, ഇന്ത്യൻ ഭരണകൂടമാണ് ഈ പറഞ്ഞ പോലെ നിമിഷപ്രിയയെ അതിൽ നിന്ന് മോചിപ്പിച്ചത്. നിങ്ങൾക്ക് സന്തോഷമായി എങ്കിൽ വാ മൂടിയിട്ടിരിക്കുക. ഇനി ആ ഒരു പാവപ്പെട്ട മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു പണ്ഡിതനെ അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള മനുഷ്യനെ നിങ്ങൾ വിമർശിച്ചില്ലെങ്കിൽ ഒരു ചെറിയൊരു രീതിക്ക് ബഹുമാനം കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഒഴിവാക്കി വീണ്ടും അതിലേക്ക് ചർച്ചയിലേക്ക് വിടേണ്ട അദ്ദേഹത്തിന്. ഇനിയെങ്കിലും നാളെ നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ വേറെ ആർക്കെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇല്ലായ്മ ആക്കി കളയരുത് ഒരു മനുഷ്യനെ കൊണ്ട്. നാടൻ നായ്ക്കള്.